നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എൻ്റെ സ്വന്തം ഇലക്ട്രിക് കാറിനെ തന്നെയാണ്. ആൻഡ് നമ്മൾ റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത പുതിയ ടാറ്റയുടെ ഹാരിയർ EV ഫിയർലെസ് പ്ലസ് 75 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഈ കിടക്കുന്നത്. ആൻഡ് ഈ ഒരു വേരിയൻറ്റിൽ എന്തൊക്കെയുണ്ട് ആൻഡ് എന്തുകൊണ്ട് ഈ വണ്ടി മേടിച്ചു എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു ക്വിക്ക് ടൂർ ആദ്യം തരാം. ഈ കാണുന്ന പ്യുവർ ഗ്രേ എന്ന് പറഞ്ഞ കളറാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഡ്യുവൽ ടോൺ സെറ്റപ്പ് വരുന്ന ഒരു ഗ്രേ കളറിൽ ഭയങ്കര പ്രീമിയം BMW X5 ഉള്ള ആ സെയിം കളർ തന്നെ. ആൻഡ് നമുക്ക് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടാറ്റയുടെ. ആൻഡ് ഇവിടെ നോക്ക്, ഈ കിടക്കുന്നത് ഡാർക്ക് എഡിഷൻ ആണ്, ഹാരിയറിൻ്റെ ഡീസൽ എഞ്ചിൻ. ആൻഡ് ഇത് ഇലക്ട്രിക് ആണ്. എന്തൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം, കാരണം ഓൾറെഡി നിങ്ങൾ ഐസ് വെർഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു ഗ്രില്ല് മാത്രമാണ് വ്യത്യാസമുള്ളത്. ഈ കാണുന്ന ഗ്രില്ല് ക്ലോസ് ചെയ്തു അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ കാണുന്ന ഗ്രില്ലിനും ഡിസൈനിൽ മാറ്റമുണ്ട്. പിന്നെ മെയിൻ ഒരു വ്യത്യാസം, ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ നിന്നും ഫിയർലെസ്സിന് താഴത്ത് ഈ കാണുന്ന സ്കിഡ് പ്ലേറ്റ് ബ്ലാക്ക് കളറിൽ ഗ്ലോസി ബ്ലാക്കിലാണ് വരുന്നത്. ബാക്കി ഒരു വ്യത്യാസവും നമുക്ക് ഡീസലുമായിട്ടും ഫുൾ ഓപ്ഷൻ ഹാരിയർ EV ആയിട്ടും വ്യത്യാസമില്ല. ആൻഡ് നമുക്ക് സൈഡ് പ്രൊഫൈലോട്ട് വരുന്ന സമയത്ത് ഡീസൽ ഹാരിയറിന് ഈ ഫുഡ് സ്റ്റെപ്പ് ആക്സസറി ആയിരുന്നെങ്കിൽ ബേസ് വേരിയൻറ്റ് തൊട്ട് ഈ കാണുന്ന ഫുഡ് സ്റ്റെപ്പ് ടാറ്റ തന്നിട്ടുണ്ട്. ആൻഡ് സൈഡിലോട്ട് നോക്കുവാണെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ചാർജറിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. പുഷ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഈ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ബാക്കിലോട്ട് വരുന്ന സമയത്ത് ടിപ്പിക്കൽ ടാറ്റയുടെ ഹാരിയറിൻ്റെ സെയിം അതേ DRL ടൈപ്പ് ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ കുഞ്ഞൊരു വൈപ്പർ വരുന്നുണ്ട്. ആ ചെറിയ ഗ്ലാസ്, ആ ചെറിയ ഷാർപ്പിൻ ആൻറ്റീന, ആ ചെറിയ സ്പോയിലർ എല്ലാം തന്നെ സെയിം. ഇവിടെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് മാത്രം, ഈ ഒരു ബമ്പറിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം ബ്ലാക്കിൽ, ഗ്ലോസി ബ്ലാക്കിൽ ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്നുണ്ട്. ഹാരിയർ EV എന്നൊരു ബാഡ്ജിങ് ബ്ലാക്കിലുണ്ട്. ഇതാണ് നമുക്ക് ബാക്കിലും സൈഡിലുമായിട്ട് 19 ഇഞ്ച് ടയറാണ് നമുക്ക് കിട്ടുന്നത്. 245 55 R19 പ്രൊഫൈൽ സൈസിൽ വരുന്ന ടയറാണ്. ഗുഡിയറിൻ്റെ ടയറാണ് ഇൻബിൽട്ട് വരുന്നത്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ കയറാം. ആൻഡ് എനിക്ക് ഈ വണ്ടിയുടെ ഏറ്റവും കൂടുതലും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയർ ആണ് ഗൈസ്. എന്താ രസമെന്നറിയാം. ഞാൻ ഈ ഫിയർലെസ് പ്ലസ് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയൻ്റ് എടുക്കാൻ കാരണം തന്നെ ഈ ഒരു ഇൻറ്റീരിയർ ആണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. കണ്ടോ, നിങ്ങൾ ഇത് മൈൻഡ് ചെയ്യേണ്ട, കാരണം ഇത് ഞാൻ ഇളക്കി കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നത് PPF ചെയ്യണം. PPF ചെയ്യുമ്പോൾ മാറും. ആൻഡ് നോക്ക്, ഡാഷ്ബോർഡ് ആണെങ്കിലും സീറ്റ് ആണെങ്കിലും ഡോർ പാഡ് ആണെങ്കിലും റൂഫ് ആണെങ്കിലും സൺറൂഫൊക്കെ ഉണ്ട്. കണ്ട, എല്ലാ സാധനങ്ങളും ഓൾ ബ്ലാക്ക് തീമിലാണ് കിട്ടുന്നത്. ആൻഡ് ഇതെൻ്റെ കുഞ്ഞ് ഗണപതി, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാധനമാണ് വണ്ടിയുടെ സമയത്ത്. നോക്ക് എന്ത് ക്യൂട്ടാണ്. ഓക്കെ, നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ആ കിടക്കുന്ന ഹാരിയറിൻ്റെ നിന്ന് ഒരു വ്യത്യാസമില്ല. ബ്ലാക്ക് കളർ, ഇവിടെ ഗ്ലോസി പീസ് വരുന്നുണ്ട്. ഇത് ഹോണ്, ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇൻബിൽട്ട് ഹോൺ ഉണ്ട്. ആൻഡ് നമുക്കിവിടെ നോക്കുന്ന സമയത്ത് സെറ്റിങ്സിലോട്ട് പോകാനുള്ള സംഭവങ്ങൾ, ക്രൂയിസ് കൺട്രോളിൻ്റേത്, ബട്ടൺസ്, വ്യൂവ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബ്ലൂടൂത്ത്, സോഴ്സ്, കോൾ എടുക്കാൻ, കോൾ കട്ട് ചെയ്യാൻ, വോയിസ് അസിസ്റ്റൻറ്റ്. വോയിസ് അസിസ്റ്റൻ്റ് എന്തിനാണെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. 360 ക്യാമറ, എൻ്റെ പൊന്ന് ഗായ്സ്, ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് ഇതിനകത്ത്. 360 ക്യാമറ, 3D വ്യൂ ഉണ്ട്. 3D വ്യൂവിലാണെങ്കിൽ നല്ല പോളി ക്ലാരിറ്റിയിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങോട് കൂടി തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിലത്തെ 2 ടയറിൻ്റെ ഫ്രണ്ടിലത്തെ 2 ഏരിയാസിൻ്റെ ക്ലോസപ്പ് ആൻഡ് ബാക്കിലത്തെ 2 ഏരിയാസിൻ്റെ ക്ലോസപ്പ് നമുക്ക് ഇതിനകത്ത് കിട്ടും. 2D ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തന്നെ നമുക്ക് ചെറിയ വഴി കൂടെ നമുക്ക് ഓടിക്കാൻ സാധിക്കും. ആൻഡ് നമ്മുടെ സ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ 12.3 ഇഞ്ചിൻ്റെ ഒരു HD ഡിസ്പ്ലേ ആണ് അതിനകത്ത് വരുന്നത്. ഈ ഒരു ഫിയർലെസ്സിൻ്റെ വേരിയൻറ്റിനകത്ത് നമുക്ക് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ഒന്നും അല്ല വരുന്നത്, 12.3 ആണ്. ടോപ്പ് എൻഡിനകത്താണ് 14.3 14.2 ഇഞ്ചിൻ്റെ അങ്ങോട്ട് വരുന്നത്. ആൻഡ് ക്ലസ്റ്റർ നോക്കുവാണെങ്കിലും 10.2 ഇഞ്ചിൻ്റെ നോർമൽ നമ്മൾ ടിപ്പിക്കൽ ടാറ്റയിൽ വന്നുകൊണ്ടിരിക്കുന്ന സെയിം സാധനം തന്നെയാണ്. ഇതിനകത്ത് EVയുടെ കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടെന്നുള്ളൂ. താഴെ ബാറ്ററി 90% കാണിക്കുന്നുണ്ട്. 373 കിലോമീറ്റർ റേഞ്ച് ഏതിനകത്ത് സിറ്റി മോഡൽ കിട്ടുമെന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് പാർക്കിംഗ് ആൻഡ് ഇതൊക്കെയാണ് നമ്മുടെ ഇത്രയും ഡിസ്റ്റൻസ്. ഞാൻ ഇതുവരെ 1930 കിലോമീറ്റർ ഈ വണ്ടിയിൽ ഓടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ AC വെന്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ആൻഡ് ഈ ഒരു ഹാൻഡിൽ കണ്ടോ, ഇത് നമുക്ക് വൈറ്റ് കളർ, ഒരു ഓഫ് വൈറ്റ് കളറിലാണ് നമുക്ക് വരുന്നത് ഫിയർലെസ് വേരിയൻറ്റിൽ. ആൻഡ് ഡോർ ഇവിടെ എല്ലാം സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ഗ്ലാസ് അപ്പ് ആൻഡ് ഡൗൺ, ഇതൊന്നും ഓട്ടോമാറ്റിക് ഒന്നുമല്ല കേട്ടോ. ആൻഡ് ഗ്ലാസ് ടിൻറ്റഡ് ഒന്നുമല്ല, നോർമൽ ഗ്ലാസ് തന്നെയാണ്. ഇത് ഫുൾ ബ്ലാക്കിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊന്നും ഞാൻ അയച്ചിട്ടില്ല ആക്ച്വലി. ഓട്ടോമാറ്റിക് ORVM കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ LED ലൈറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളും വരുന്നുണ്ട്. പനോറമിക് സൺറൂഫ്, പനോറമിക് ആൻഡ് ബ്ലാക്ക് സീറ്റ് ഗൈസ്. ഭയങ്കര പ്രീമിയം ഫീലുള്ള ഒരു സീറ്റ് തന്നെയാണ്. വൈറ്റ് സ്റ്റിച്ചിങ് വരുന്ന സീറ്റാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കിട്ടുന്നത്. ഇതും ഓപ്പൺ ആകും. ഓക്കെ, പനോറമിക് സൺറൂഫാണ് കിട്ടുന്നത്. ആൻഡ് ഇവിടെ ആണെങ്കിലും ഡോർ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റാണ്.
ചെയ്യാം. നിങ്ങൾക്ക് ഇതിനകത്ത് 10 JBL സ്പീക്കർ സിസ്റ്റമാണ് ഇൻക്ലൂഡിങ് സബ് ബൂഫർ വരുന്നത്. അത് ഡിക്കിക്കകത്തുണ്ട്, അതിനകത്തുണ്ട്. കൺട്രോൾസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ചാർജറിൻ്റെ അത് ഊരാനുള്ള സംഭവങ്ങൾ, റിയർ ഫോഗ് ലാമ്പ്, ഫ്രണ്ടിലത്തെ ഫോഗ് ലാമ്പ്, ഹിൽ ഡിസൈൻ കൺട്രോൾ, ഹസാർഡ് ലൈറ്റ്, ഡിക്കി തുറക്കാൻ, ലോക്ക് ചെയ്യാൻ, 360 ക്യാമറ, AC കൺട്രോൾസ്, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ വളരെയധികം കാര്യങ്ങൾ സൂക്ഷിച്ച് പറയേണ്ടതുണ്ട്. കാരണം ഇത് ഭയങ്കര ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രാച്ച് ആവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആൻഡ് നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ ഗിയർ നോബ് വരുന്നത്. ആൻഡ് നമുക്ക് ലെഫ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. കണ്ട, ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, കണ്ട, ഇങ്ങനെ നമുക്കിടാം. ഇത് പാർക്ക്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. ഓട്ടോ ഹോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. ഇത് എന്താണ്, സിറ്റി ഡ്രൈവ് മോഡ്. ഇതൊന്നും പറയത്തില്ലേ, ഇപ്പോൾ ഒന്ന് പറയേച്ചി. അതെ, ഓക്കെ. ഇത് വെറ്റ്, ഇത് യെസ്. ഈ കാണുന്നത് എക്കണോമി മോഡ്. ആൻഡ് ഇത് കാണുന്നത് സ്പോർട്സ് മോഡ്. സ്പോർട്സ് മോഡിലും എക്കോ മോഡിലും നമ്മളുള്ള വ്യത്യാസമുണ്ട് റേഞ്ചിന്റെ. നമുക്ക് AC വെൻസ് ആണെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഫ്രണ്ട് ഏരിയയിൽ. ബാക്ക് ഏരിയയിൽ ഞാൻ ബാക്കിൽ ചെന്നിട്ട് പറയാം. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. വെന്റിലേഷൻ ഉണ്ട്, സീറ്റ് വെന്റിലേഷൻ ഉണ്ട്, ഇലക്ട്രിക് സീറ്റ് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. സീറ്റ് വെന്റിലേഷൻ്റെ സ്വിച്ച് ആണ്, മെമ്മറി ഫംഗ്ഷൻ വരുന്ന സീറ്റാണ്, ആൻഡ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ ഏത് വണ്ടി കിട്ടും ഗൈസ്. ആൻഡ് ഇവിടെ നമുക്ക് സെൻട്രൽ ആംറസ്റ്റിനകത്ത് ചെറിയൊരു ചിൽഡ് സംഭവമാണ്. അവിടെ ഒക്കെ അത്യാവശ്യം സ്റ്റോറേജ് സ്ഥലങ്ങളും ഉണ്ട്. ആൻഡ് ഇവിടെ 2 കുപ്പി വെക്കാൻ പറ്റും. ഇതും ആക്ച്വലി ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ആവുന്ന ഒരു സംഭവമാണ്. ഇവിടെയും ഓഫ് ബീച്ച് കളറിലുള്ള, ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു പിടിയാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ഈ അഴുക്കാക്കാൻ ഈ കളർ വന്നതെന്ന് ഞാൻ ആലോചിക്കും. ആക്സിലേറ്ററിൻ്റെ സ്ഥലത്ത് വരുമ്പോൾ ബ്രേക്കും ആക്സിലേറ്ററും നമുക്ക് മാറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫുൾ ചെളിയാണ് കേട്ടോ. ഇനി നമുക്ക് റിയറിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഫുൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രീമിയമാണ്. ഓക്കെ, ഡോർ അടച്ചു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു സൺ ബ്ലൈൻഡ് കിട്ടുന്നുണ്ട്, സൺഷെയ്ഡ് കിട്ടുന്നുണ്ട്. എന്തിന്, വെയിലിനെ തടുക്കാൻ. ആൻഡ് നിങ്ങൾക്ക് പുറകിലത്തെ ഈ റിയർ ഹെഡ് റെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഭയങ്കര പ്രീമിയമാണ് ഗൈസ്. ഇത് ഏതൊക്കെ വണ്ടിയിലുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ചുരുക്കം ചില വണ്ടികളിലെ ഈ സാധനം കണ്ടിട്ടുള്ളൂ. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാം. കണ്ടോ, തലയെങ്ങും പോകത്തില്ല, ഇങ്ങനെ ലോക്കായിരുന്നോളും. അതൊരു കിട്ടുന്ന സാധനമാണ്. ഞാൻ നല്ല ഹൈറ്റിലുമാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലോട്ട് നല്ല വിസിബിലിറ്റി ഉണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ആൻഡ് 2 65 വാട്ട്സിൻ്റെ ചാർജർ സെറ്റപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഡോർ പോക്കറ്റ്സ് ആണെങ്കിലും സീറ്റൊക്കെ ഭയങ്കര സ്കൂപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതിരിക്കാം. ആൻഡ് ഞാനിപ്പോൾ ഒന്ന് വിടർന്നിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ലെഗ് റൂം നിങ്ങൾക്ക് കാണാം. നമുക്ക് അത്യാവശ്യം ഒരു 80% നല്ല തൈ സപ്പോർട്ട് ഈ ഒരു ഹാരിയർ EVക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ സെൻട്രൽ ടണലൊക്കെ ഫുൾ ബ്ലാങ്ക് ആയതുകൊണ്ട്, പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് കാല് വെക്കാം. ഇവിടെയും കാല് കണ്ട് ഇങ്ങനെ സുഖമായിട്ട് വെക്കാം. കണ്ടോ, സൂപ്പർ. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ സീറ്റിംഗ് കംഫോർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ആൻഡ് ഇവിടെ നമുക്ക് റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ നോർമലി കാണുന്ന സാധനം തന്നെ. ആൻഡ് പാർസൽ ട്രയയുടെ സൈസാണെങ്കിൽ നോക്കുക ഗൈസ്, എന്ത് സ്ഥലമാണ് നോക്ക് പുറകോട്ട്. ഹാരിയറിലല്ലേ അറിയാമല്ലോ. ഇവിടെ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്, 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. എന്താ പിന്നെ ഇല്ലാത്ത, JBL സ്പീക്കർ, എല്ലാം വേണ്ട. അത്യാവശ്യം ഒരു കാറിന്, ഒരു ഫാമിലി കാറിന് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഫിയർലെസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ വരുന്നുണ്ട്. 30 ലക്ഷം രൂപയ്ക്കകത്ത് ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ടാറ്റ കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വേരിയൻ്റ് എടുത്തത്. ഓക്കെ, ഫ്രണ്ടിൽ നോക്കുക, ഒരു 45 വാട്ട്സിൻ്റെയും ഒരു USB, എത്ര 3 Type-C സ്ലോട്ടാണ് വണ്ടിക്കകത്തുള്ളത്, 3 എണ്ണം. ഫ്രണ്ടിൽ വയർലെസ് പാഡും ഉണ്ട്. പുറകിലത്തെ AC പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിലത്തെ അത്രയും AC-ക്ക് കൂളിങ് ബാക്ക് സൈഡിൽ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചാർജിങ്ങിൻ്റെ ഏരിയ. ഇതങ്ങോട്ട് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇത് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ എങ്ങനെ ചാർജിങ്ങിൻ്റെയും ചാർജിങ് ടൈമൊക്കെ കാണിച്ചു തരാം. ഡിക്കി ഇതാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്ത് തുറന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും തുറക്കത്തില്ല, നമ്മൾ തന്നെ തുറക്കണം. തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഹമ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിനടി സ്റ്റെപ്പിനി ടയർ വരുന്നുണ്ട്. അതുകൂടാതെ ഇത് റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മോട്ടറും പരിപാടികളൊക്കെ താഴെയാണ് ഇരിക്കുന്നത്. കണ്ട, പുറകിൽ താഴെയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡിക്കി ലേശം പൊക്കിയിരിക്കുന്നത്. റിയർ വീൽ ഡ്രൈവ് ആണ് ഗൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു റിയർ വീൽ ഡ്രൈവ് വേണമെന്നുള്ളത്. അതെനിക്ക് കിട്ടി. പാർസൽ ട്രേ ആണെങ്കിലും ഡിക്കിയിലാണെങ്കിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആൻഡ് അതാണ് ഹോം ചാർജർ. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ കാണിച്ചു തരാം. കണ്ടോ, കുപ്പിയൊക്കെ ഇടാൻ സ്ഥലമുണ്ട്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു, കഴിഞ്ഞു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പാണ്, അടിപൊളിയാണ്. ഇതിൻ്റെ കീ ആൻഡ് ഈ കാണുന്നതാണ് ഇതിൻ്റെ കീ കേട്ടോ. .tv എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലോക്ക്, അൺലോക്ക്, ഫോളോ മീ ലാമ്പ് ആൻഡ് ഡിക്കി തുറക്കാനുള്ള ബട്ടൺസ്, ഇതാണ് ഇതിൻ്റെ കീയിൽ വരുന്നത്. ഇത് നമ്മുടെ ചാർജിങ്ങിൻ്റെ ഹോം ചാർജറിൽ വരുന്ന QR കോഡും സാധനങ്ങളാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഹാരിയർ EV ഫിയർലെസ് പ്ലസ് 75-ൻ്റെ ഒരു ക്യുക്ക് റിവ്യൂ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു 2000 കിലോമീറ്റർ ആയി കഴിഞ്ഞതിന് ശേഷം ഒരു റിവ്യൂ ഇടുന്നതായിരിക്കും. അതിനകത്ത് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പേജ് ഫോളോ ചെയ്തിട്ടല്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ ഓണാക്കി വെച്ചോ. അതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം.